ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് നമ്മൾ എവൻഗേലിയോനായി വായിച്ച വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 16 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? സൈമൺ സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ? ഡു യു ലവ് മീ? തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്റെ സ്നേഹത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതമധ്യേ ഞങ്ങൾ ആത്മീയമായ ഈ മന്നയ്ക്ക് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിന്റെ ദൈവമേ, വചനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമേ. വചനം സംസാരിക്കുന്ന അടിയൻ നിൻ്റേത്, ഈ ജനം നിൻ്റേത്. ഒരുപോലെ ഇടപെട്ടാട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിൻ്റെ നാമത്തെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ആമേൻ. മലയാള സാഹിത്യത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു നോവലാണ് 1959 ഇറങ്ങിയ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത്. അതിൽ വളരെ രസകരമായ ഒരു സംഭവം അദ്ദേഹം രംഗം എഴുതി വച്ചിട്ടുണ്ട്. വളരെ നാളത്തെ അലച്ചിലിന് ശേഷം, അലഞ്ഞ് തിരിയലിന് ശേഷം ബഷീർ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒരു രാത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മടക്കം. ആ മടങ്ങി വരവിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി വാതിലിൽ മുട്ടുന്നു. ഉമ്മ വന്ന് വാതിൽ തുറക്കുന്നു. ബഷീറിനെ നോക്കിയിട്ട് ഉമ്മ പറയുകയാണ്: ഓ, നീയാണോ വന്നിരിക്കുന്നത്? ഊണ് കഴിച്ചിട്ട് കിടക്ക്. അപ്പോൾ ബഷീർ ചോദിക്കുകയാണ് ഉമ്മയോട്, ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഉമ്മ മറുപടിയായി പറയുകയാണ്: ഓ, ഞാൻ എന്നും വിളമ്പി വയ്ക്കും. ഓ, ഞാൻ എന്നും വിളമ്പി വയ്ക്കും. എന്നു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത മകന് വേണ്ടിയിട്ട് വർഷങ്ങളായി അത്താഴം വിളമ്പി കാത്തിരിക്കുന്ന ഒരു ഉമ്മയെയാണ് ബഷീർ ആ ഭാഗത്ത് വരച്ചിടുന്നത്. പ്രിയമുള്ളവരെ, ഇത് സ്നേഹത്തിൻ്റെ പരമാവധിയാണ്. സ്നേഹത്തിൻ്റെ പരമാവധിയാണ്. അങ്ങ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ 3 ആണികളിന്മേൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു മിശിഹായും സ്നേഹത്തിൻ്റെ പരമാവധി നമുക്ക് കാണിച്ചു തന്നു. ക്രൂശിനപ്പുറത്തേക്ക് സ്നേഹത്തെ അടയാളപ്പെടുത്തുവാനായിട്ട്, സ്നേഹത്തിൻ്റെ പരമാവധിയെ അടയാളപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഇവിടെ ഇതാ തിബരിയാസിന്റെ കടൽക്കരയാണ്. മനോഹരമായ ഒരു കടൽക്കരയാണ്. ഇവിടെ ഇതാ ഒരു പ്രഭാതമാണ്. തിബരിയാസിന്റെ കടൽക്കരയിലെ പ്രഭാതത്തിൽ ഒരു കാലത്ത് 3.5 വർഷക്കാലം ക്രിസ്തുവിന്റെ സ്നേഹവലയത്തിലായിരുന്ന ശിഷ്യന്മാരെ തേടി ഒരിക്കൽ കൂടെ ക്രിസ്തു എത്തുകയാണ്. 3.5 വർഷക്കാലം ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധത്തിൽ കഴിഞ്ഞവർ, സ്നേഹവലയത്തിൽ കഴിഞ്ഞവർ, അവർ ഒരു ക്രൂശ് അനുഭവം വന്നപ്പോൾ തെറ്റി ഓടി പോവുകയാണ്, വഴിമാറി പോവുകയാണ്. എന്നാൽ ആ സ്നേഹവലയത്തിലേക്ക് വീണ്ടും തൻ്റെ ശിഷ്യന്മാരെ ചേർക്കുവാനായി ക്രിസ്തു ആ കടൽക്കരയിലേക്ക് വരികയാണ്. മനോഹരമായ ആ പ്രഭാതത്തിൽ കർത്താവ് അവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിയതിനു ശേഷം ചോദിക്കുന്ന പത്രോസിനോട്, ശീമോനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ചോദ്യവും ഉത്തരവുമാണ് നമ്മൾ ഇന്ന് എവൻഗേലിയോനായി വായിച്ചു കേട്ടത്. ഇവിടെ ഇതാ സ്നേഹവലയത്തിൽ നിന്ന് അവർ തന്നെ ഇറങ്ങിപ്പോകുമ്പോൾ, ഇവിടെ ഇതാ ഇറങ്ങിപ്പോയവരെ വീണ്ടും ആ സ്നേഹവലയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഈശോ മിശിഹായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹവലയത്തിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇവിടെ ഇതാ കടൽക്കരയിൽ കർത്താവ് ഒരു വല നെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കടൽക്കര എന്ന് പറയുന്നത് വലകൾ നന്നാക്കുകയും നെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇടം കൂടെയാണ്. ഇവിടെ ഇതാ കർത്താവ് മറ്റൊരു വല നെയ്യുകയാണ്. അത് സ്നേഹത്തിന്റെ വലയാണ്. സ്നേഹത്തിന്റെ വല നെയ്തുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പ്രത്യേകമായി ശീമോൻ പത്രോസിനോട് പറയുകയാണ്, ഈ സ്നേഹവലയത്തിനുള്ളിൽ നീ ആയിരിക്കണം. ഈ സ്നേഹവലയത്തിനുള്ളിൽ നീ ആയിരിക്കുമ്പോൾ നിനക്ക് ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്യുവാനായിട്ടുണ്ട്. ശിഷ്യന്മാരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ഈ സ്നേഹവലയത്തിലായിരിക്കുമ്പോൾ എന്താണ്? ഈ സ്നേഹവലയത്തിലായിരിക്കുമ്പോൾ, ക്രിസ്തു സ്നേഹത്തിന്റെ വലയത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാനായിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തു സ്നേഹത്തിന്റെ തുരുത്തുകളായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. ക്രിസ്തു സ്നേഹത്തിന്റെ തുരുത്തുകളായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്. അതുകൊണ്ടാണല്ലോ ഈ ദേവാലയത്തിൽ നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. കർത്താവിനെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ സ്നേഹവലയത്തിനുള്ളിലാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ സ്നേഹവലയത്തിനുള്ളിലായിരിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തു സ്നേഹത്തിന്റെ തുരുത്തുകളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. തുരുത്ത് എന്ന് പറയുന്നത് എന്താണ്? അതൊരു കരയാണ്. നദിയുടെയോ കായലിന്റെയോ നടുവിലുള്ള ചെറിയ കരപ്രദേശത്തെയാണ് തുരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ചെറിയ ചെറിയ തുരുത്തുകളായി, ചെറിയ ചെറിയ സ്നേഹത്തിന്റെ കരകളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ ഇതാ ആ ശീമോനോ ഒന്ന് നോക്കിക്കേ. ശീമോൻ പരാജിതനാണ്. ശീമോൻ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. ശീമോൻ പരാജയത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചേക്കാം, 153 വലിയ മീൻകൂട്ടം ലഭിച്ചതിന് ശേഷം ശീമോൻ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ, അവൻ തന്റെ അരുമനാഥനെ തള്ളിപ്പറഞ്ഞവനാ. അവൻ പരാജിതനാണ്. ഈ തള്ളിപ്പറഞ്ഞ് പരാജയപ്പെട്ടു നിൽക്കുന്ന ശീമോനെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിനാണ് കടൽക്കര സാക്ഷ്യം വഹിക്കുന്നത്. തള്ളിപ്പറഞ്ഞവരെയും ചേർത്ത് പിടിക്കുന്ന, ശത്രുവിനെയും ചേർത്ത് പിടിക്കുന്ന ചില സ്നേഹത്തിന്റെ തുരുത്തുകൾ നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ആയിരിക്കുമ്പോൾ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തിന്റെ കരകളാണോ, സ്നേഹത്തിന്റെ തുരുത്തുകളാണോ, അതോ വിദ്വേഷത്തിന്റെ തുരുത്തുകളാണോ നമ്മൾ നിർമ്മിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇന്ന് സ്നേഹമില്ലായ്മയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്നേഹത്തിന്റെ തുരുത്തുകൾ ഇല്ലാതാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്റേതും നിന്റേതും എന്നൊക്കെ പറയുന്ന ഒരു കാലക്രമത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ വല്ലാതെ ആടിയുലയുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹമോചനങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളുമായുള്ള, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജനിക്കുന്ന തലമുറയുമായുള്ള ബന്ധം വല്ലാതെ കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രണയബന്ധങ്ങൾ അക്രമാസക്തമാകുന്ന ഒരു കാലമാണ്. അയൽപ്പക്ക കൂട്ടായ്മകൾ ഇല്ലാതാകുന്ന ഒരു കാലമാണ്. ഇതിനെല്ലാം കാരണം നമ്മളിൽ നിന്ന് എന്നോ ആ സ്നേഹത്തിന്റെ തുരുത്ത് നഷ്ടപ്പെട്ടു പോയി. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്നേഹത്തിന്റെ തുരുത്ത് ഇല്ലാതെയായി പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ശീമോനോട് ആ പ്രഭാതത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി ഈ പ്രഭാതത്തിലും നിലനിൽക്കുന്നത്. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിനർത്ഥം എന്താണ്? നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ മീൻകൂട്ടമുണ്ടല്ലോ, നീ താൽക്കാലികമായി നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഭാഗ്യമുണ്ടല്ലോ, ഈ നന്മകളെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിന്റെ കൂടെ ഇരിക്കുന്ന ഈ ശിഷ്യന്മാരുണ്ടല്ലോ, ഈ ശിഷ്യന്മാരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യമാണ്. ഒരു പക്ഷേ പത്രോസിന്റെ മനസ്സൊന്ന് കുലുങ്ങിക്കാണും. എന്നാലും പത്രോസ് പറയുകയാണ്, ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഈ ചോദ്യം ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്തു പറയും? യേശു കർത്താവ് ഇന്ന് ഇവിടെ നിന്നുകൊണ്ട്, ഈ സ്നേഹത്തിന്റെ തുരുത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? സ്നേഹിക്കുന്നു എന്ന് പറയില്ലേ? യാതൊരു പ്രയാസവും കൂടെ നമ്മളും പറയും. എന്നിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കും, കർത്താവേ, അതെന്നാ ചോദ്യം നീ ചോദിച്ചതല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ
ഞാൻ സ്തോത്ര കാഴ്ച ഇട്ടത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഈ കാണുന്ന സഹായങ്ങളൊക്കെ ഞാൻ ഈ കാലത്ത് ചെയ്യുന്നത്. എന്നാലും എൻ്റെ കർത്താവേ, എന്നോട് ആ ചോദ്യം ചോദിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, അതാണോ സ്നേഹം? സ്നേഹം അതാണോ? കർത്താവിനെ നാം സ്നേഹിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ എത്രയോ ശക്തി ആർജിച്ചേന്. കർത്താവിനെ നാം സ്നേഹിച്ചിരുന്നുവെങ്കിൽ ശത്രുവിനെയും സ്നേഹിക്കുവാനായുള്ള മനസ്സ് എനിക്ക് എന്നേ ഉണ്ടായേനെ. കർത്താവിനെ ഞാൻ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എൻ്റെ അയൽപ്പക്ക കൂട്ടായ്മകളൊക്കെ എത്രയോ മനോഹരമായേനെ. പ്രിയമുള്ളവരെ, ഈ കാലത്ത് സ്തോത്ര കാഴ്ച ഇട്ടത് നല്ലതാണ്. കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് പറയുന്നതൊക്കെ നല്ലതാണ്, അതും സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്നാൽ അതിനപ്പുറത്ത് എൻ്റെ കൂടെ ആയിരിക്കുന്ന, ചേർന്ന് നടക്കുന്ന ആളുകളോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്? അവിടെ എനിക്ക് ഒരു സ്നേഹത്തിന്റെ തുരുത്തായി മാറുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ശിമോനോട് കർത്താവ് ചോദിക്കാനുള്ള കാരണം ഇതാണ്: നീ ഇനിയും സ്നേഹത്തിന്റെ തുരുത്തായി മാറണം. സ്നേഹം മാത്രം നിന്നിൽ നിന്ന് വന്നാൽ മതി. പ്രിയമുള്ളവരെ, ഒരു ഇടവക ആ പ്രദേശത്തിന്റെ സ്നേഹത്തിന്റെ തുരുത്തായി മാറണം. സഭ ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് ഒരു തുരുത്തായി നിലനിൽക്കുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ തുരുത്തായി ഈ ലോകത്തെ പറുദീസയായി മാറ്റുവാനായിട്ട് നിലനിൽക്കുന്നതാണ്. സ്നേഹത്തിന്റെ തുരുത്തായി സഭ നിലനിൽക്കുമ്പോൾ ഈ ലോകം ഒരു പറുദീസയായി മാറും. പ്രിയമുള്ളവരെ, ശരിക്കും അതുകൊണ്ട് തന്നെ എന്താണ് സ്നേഹം? എന്താണ് സ്നേഹം? ജീവിതം ഒരു കൽക്കണ്ട തുണ്ടാണ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അതിന്റെ എഴുത്തുകാരി ജെറി ടോം സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നതല്ല സ്നേഹം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്നതല്ല സ്നേഹം. പിന്നെയോ, സ്നേഹം എന്ന് പറയുന്നത് വീഴ്ചകളിൽ താങ്ങാവുന്നത്, സങ്കടങ്ങളിൽ ചേർത്ത് പിടിക്കുന്നത്, കണ്ണു നിറയുമ്പോൾ കണ്ണീരൊപ്പുന്നത്, മറ്റുള്ളവരെ കേട്ടിരിക്കുന്നത്, കാണാതായാൽ ചെന്ന് തിരഞ്ഞ് അന്വേഷിച്ചു പോകുന്നത്, നമ്മെ ഓരോരുത്തരെയും ഓർത്തു വെക്കുന്നത്, നമ്മെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത്, ഇതൊക്കെയല്ലേ സ്നേഹം എന്നുള്ളത്? ജെറി ടോം എന്ന എഴുത്തുകാരി തന്റെ പുസ്തകത്തിൽ കുറിച്ച വരികളാണ്, എത്രയോ അർത്ഥവത്താണ്. ഇതൊക്കെയല്ലേ സ്നേഹം? അതിനാൽ പ്രിയമുള്ളവരെ, ക്രിസ്തു സ്നേഹത്തിന്റെ വലയം തീർത്ത് സ്നേഹത്തിന്റെ തുരുത്തുകളായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. രണ്ടാമതായി, ഇവിടെ ശിമോനോട് കർത്താവ് ഈ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തി ചോദിക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ്: സ്നേഹത്തിന്റെ കര അല്ലെങ്കിൽ തുരുത്ത് നിർമ്മിച്ചാൽ മാത്രം പോരാ. പത്രോസേ, നീ എന്ത് ചെയ്യണം? ശിമോനോട് പറയുകയാണ്, നമ്മൾ ആയിരിക്കുന്ന തുരുത്തുകളിൽ സ്നേഹം പ്രകടിപ്പിക്കുവാനായി നിനക്ക് കഴിയണം എന്ന് യേശു കർത്താവ് ആ പ്രഭാതത്തിൽ പറയുകയാണ്. നമ്മൾ ആയിരിക്കുന്ന തുരുത്തുകളിൽ, സ്നേഹത്തിന്റെ തുരുത്തുകളിൽ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് രണ്ടാമതായി, ഈ തുരുത്തിൽ, സ്നേഹത്തിന്റെ തുരുത്തിൽ കൃത്യമായ സമയത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കണം. എക്സ്പ്രസ് ലവ് അറ്റ് ദ റൈറ്റ് ടൈം ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ കേട്ട് മറന്ന ഒരു കഥയുണ്ട്. അത് ഇപ്രകാരമാണ്: ഒരു ഭവനത്തിലെ പിതാവ് തനിക്ക് അടുത്ത ദിവസത്തെ കല്യാണത്തിന് ഇടുവാനായി, കല്യാണ ഫംഗ്ഷന് ഇടുവാനായി ഒരു പാൻറ് വാങ്ങുകയാണ് ഒരു കടയിൽ ചെന്ന്. എന്നാൽ വീട്ടിൽ ചെന്ന് ഇട്ട് നോക്കുമ്പോൾ ഈ പാൻറിന് വളരെ ഇറക്ക കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഒരു 10 ഇഞ്ചോളം ഇത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വീണ്ടും കടയിലേക്ക് പോയി ഇത് തയ്ക്കുവാനായുള്ള സമയമൊന്നും ഇല്ലാത്തതിനാൽ വീട്ടിലെ തന്റെ ഭാര്യയോട് പറയുകയാണ്, നിനക്ക് സമയം കിട്ടുമ്പോൾ ഇതൊന്ന് തയ്ച്ചു തരികയാണെങ്കിൽ നാളെ എനിക്കിത് ആ കല്യാണ ഫംഗ്ഷന് പോകുമ്പോൾ ഇടാമല്ലോ എന്ന് പറയുക. അപ്പോൾ ഭാര്യയുടെ അടുക്കൽ ചെന്ന് പറയുമ്പോൾ ഭാര്യ പറയുകയാണ്, മനുഷ്യ, എനിക്ക് ഇത്തിരി ജോലി ചെയ്യാനായിട്ടുണ്ട്, എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല, വേറെ ആരോടെങ്കിലും ചെന്ന് പറയാം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവ് തന്റെ മകന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്.
മകന്റെ അടുക്കലേക്ക് ചെന്ന് ഇതേ ആവശ്യം ഉന്നയിക്കുകയാണ്. പാന്റിന് ഒരു 10 ഇഞ്ച് നീളം കുറച്ച് തരികയാണെങ്കിൽ മകനെ എനിക്ക് നാളെ ഇത് ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ മകൻ പറയുകയാണ്, അപ്പാ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു തീർക്കുവാനായിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നാളെ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്നു. പിതാവ് കുറച്ച് ദുഃഖിതനായി തന്റെ മകളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. മകളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴും ഇതേ കാര്യം പിതാവ് ആവർത്തിക്കുമ്പോൾ മകൾ പറയുകയാണ്, നാളത്തേക്ക് ചെയ്തു തീർക്കുവാനായി കമ്പനിയിൽ നിന്ന് ഒത്തിരി ജോലി കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അപ്പ എനിക്ക് കുറച്ച് സൗകര്യക്കുറവുണ്ട് എന്ന് പറയുകയാണ്. പിന്നെ പിതാവ് പോയത് അവിടെ വേലയ്ക്ക് നിൽക്കുന്ന സ്ത്രീയുടെ അടുക്കലാണ്. വേലയ്ക്ക് നിൽക്കുന്ന സ്ത്രീയുടെ അടുക്കൽ ചെല്ലുമ്പോഴും സ്ത്രീ പറയുകയാണ്, കൊച്ചമ്മ ഏൽപ്പിച്ച ഒത്തിരി ജോലികൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വൈകുന്നേരമായി രാത്രിയായപ്പോൾ ഭാര്യ തന്റെ ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞതിന് ശേഷം വന്ന്, അയ്യോ എന്നാലും എന്റെ പ്രാണനാഥൻ പറഞ്ഞതല്ലേ 10 ഇഞ്ച് പാന്റിന് നീളം കുറച്ചു കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുകയാണ്. ഇങ്ങനെ 10 ഇഞ്ച് നീളം ഭാര്യ കുറച്ചു, ആ പാന്റ് അവിടെ തന്നെ വെച്ചു. ഇതിനുശേഷം മകൻ ഭയങ്കര പ്രയാസപ്പെട്ടു, അയ്യോ എന്റെ പിതാവ് പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ചില്ലല്ലോ, അതുകൊണ്ട് ആ പിതാവിനെ ഒന്ന് സഹായിച്ചേക്കാമെന്ന് കരുതി ഒരു 10 ഇഞ്ച് കൂടെ മകനും ചെന്ന് രാത്രിയിൽ കുറച്ചു കൊടുത്തു. വീണ്ടും ഇതാ മകൾ തന്റെ ജോലിക്കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം മകളും ഓർത്തു, അയ്യോ പിതാവിന് നാളെ കല്യാണത്തിന് പോകേണ്ടതല്ലേ, ആ പാന്റ് പുതിയതായി വാങ്ങിയതാണല്ലോ, എന്നാൽ അതൊന്ന് ക്രമീകരിച്ചു കൊടുക്കാം. വീണ്ടും ആ മകളും കൂടെ ചെന്ന് ഒരു 10 ഇഞ്ച് കൂടെ കുറച്ചു കൊടുത്തു. ഇപ്പോൾ മൊത്തമായി മുഴുവനായി 30 ഇഞ്ച് ഇപ്പോൾ കുറഞ്ഞു പോയി ആ പാന്റിന്റെ. ഇവിടെ ഇതാ അവിടുത്തെ വേലയ്ക്ക് നിന്ന സ്ത്രീയും ഇതുപോലെ, അയ്യോ യജമാനൻ പറഞ്ഞിട്ട് എനിക്കതൊന്ന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, എന്നാൽ അതിപ്പോൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 ഇഞ്ച് കൂടെ കുറച്ചു കൊടുത്തു. അങ്ങനെ മുഴുവൻ 40 ഇഞ്ച് ആ പാന്റിന്റെ കുറഞ്ഞുപോയി. പ്രിയമുള്ളവരെ, അതിപ്പോൾ പാന്റാണോ? അപ്പോൾ നിങ്ങൾ അതിന് പേരിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിരിച്ചു, എന്നാൽ ഇവിടെ എന്താണ്? ഇവർക്ക് എല്ലാവർക്കും തമ്മിൽ സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടുന്ന സമയത്ത് കൃത്യസമയത്ത് പ്രകടിപ്പിക്കാതെ വരുമ്പോൾ അത് അപകടമായി മാറുന്നുണ്ട്. അതുകൊണ്ട് ലവ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫീലിംഗ്, ഇറ്റ് ഈസ് അബൌട്ട് ടൈംലി എക്സ്പ്രഷൻ. Love is not just about feeling, it is about timely expression. കൃത്യമായ സമയത്ത് ഈ സ്നേഹത്തിന്റെ തുരുത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുന്ന ഈ ഭാഗത്ത് സ്നേഹത്തിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം അഗാപ്പെ എന്നുള്ളതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അഗാപ്പെ എന്നുള്ളതാണ്. അഗാപ്പെ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം നിബന്ധനകളില്ലാതെ, യാതൊരു നിബന്ധനകളില്ലാതെ, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ത്യാഗം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടുള്ള സ്നേഹമാണ്. ത്യാഗം മാത്രമുള്ള സ്നേഹമാണ്. ഇങ്ങനെയുള്ള സ്നേഹത്തിലേക്കാണ് ശീമോനെ ഇവിടെ കർത്താവ് വിളിക്കുന്നത്, പത്രോസിനെ വിളിക്കുന്നത്. സാധാരണ സ്നേഹമല്ല, നിസ്വാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുവാനായി പത്രോസിനോട് ഇവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ ഇന്നലകളിൽ ഞാൻ എങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു? ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളുടെ മനസ്സിനോടും ചോദിച്ചു നോക്കുക. എന്റെ ഇന്നലകളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഇന്നലകളിൽ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെയുള്ളതായിരുന്നു? പ്രിയമുള്ളവരെ, ആ ഇന്നലകളിൽ നിന്ന് ഇന്നിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ആ സ്നേഹം വർദ്ധിച്ചുവോ അതോ കുറഞ്ഞു പോയിട്ടുണ്ടോ? എന്റെ ഇന്നലകളെക്കാൾ ഇന്നിന്റെ അനുഭവത്തിൽ വരുമ്പോൾ എന്റെ കർത്താവിനോടുള്ള എന്റെ സ്നേഹം ഒരു പടി കൂടെ മുന്നിൽ നിൽക്കുമ്പോൾ അതാണ് സ്നേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത്. സ്നേഹം കർത്താവിനോടുള്ള, ആത്മനാഥനോടുള്ള, പ്രാണനാഥനോടുള്ള സ്നേഹം ഇങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു വരണം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് സത്യസന്ധമായി കൈകളെ ഉയർത്തി പറയുവാനായിട്ട് സാധിക്കുമോ? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. യെസ് ലോർഡ് ഐ ലവ് യു, യെസ് ലോർഡ് ഐ ലവ് യു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? കൈകളെ ഉയർത്തി നമുക്കൊന്ന് പറഞ്ഞാലോ? കരങ്ങളെ ഉയർത്തി, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യെസ് ലോർഡ് ഐ ലവ് യു, യെസ് ലോർഡ് ഐ ലവ് യു. ദൈവത്തിന് സ്തോത്രം. കൈകളെ ആക്കാം. കൃത്യസമയത്ത് സഭ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്.
പ്രിയമുള്ളവരെ, സഭ സ്നേഹത്തിന്റെ തുരുത്താകണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും സ്നേഹത്തിന്റെ തുരുത്താകണമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഓരോരുത്തരും സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ സഭയും കൃത്യസമയത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്നു ഉണ്ട് എന്നുള്ളതിന്റെ ഒരു മുഖാന്തരങ്ങളിൽ ഒന്ന് മാത്രമാണ് ഭൂഭവനദാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഇന്ന് അർപ്പിച്ച സ്തോത്ര കാഴ്ച ഭൂഭവനദാന പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ളതാണ്. മലങ്കര സഭയുടെ 18ാമത് മാർത്തോമാ മെത്രാപ്പോലിത്ത ആയിരുന്ന ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പോലിത്ത ആരംഭിച്ച പ്രസ്ഥാനമാണ് 1968. ഇന്ന് വരെ ഇതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് വീട്, ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനായി സഭയ്ക്ക് സാധിച്ചു. യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പോലിത്തയ്ക്ക് ശേഷം വന്ന മലങ്കരയിലെ മെത്രാപ്പോലിത്തമാർക്ക് എല്ലാവരും ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നു. ഇന്ന് നമ്മളെ നയിക്കുന്ന മലങ്കര സഭയുടെ 22ാമത് മാർത്തോമാ മെത്രാപ്പോലിത്ത ആയിരിക്കുന്ന തീഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ പട്ടത്ത സുവർണ ജൂബിലിയോടനുബന്ധിച്ച് 150 വീടുകൾ ഇപ്പോൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 130 ഭവനത്തിന്റെ കൂദാശ കർമ്മങ്ങൾ നിർവഹിച്ച് അവിടെ വാസയോഗ്യമാക്കി താക്കോൽ നൽകി കഴിഞ്ഞു. ഇനിയും 20ഓളം ഭവനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, കൃത്യസമയത്ത് സഭയിലൂടെ, നമ്മുടെ പിതാക്കന്മാരിലൂടെ വിശ്വാസ സമൂഹം ഒന്നാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് കൃത്യസമയത്ത് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സഭയിലെ വിശ്വാസ സമൂഹത്തിനായി, സഭയിലെ വിശ്വാസ ഉള്ള പിതാക്കന്മാർക്കായി എല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ അഗാപ്പിക് ലവിലേക്ക് കടക്കുവാനായാണ് യേശു കർത്താവ് പത്രോസിനോട് പറയുന്നത്. അഗാപ്പിക് ലവിലേക്ക് യാതൊരു നിബന്ധനകളുമില്ലാതെ നിസ്വാർത്ഥമായി, മറ്റൊരു താല്പര്യങ്ങളുമില്ലാതെ കർത്താവിനെ സ്നേഹിക്കുവാനായി. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നവരാണ്. പ്രിയമുള്ളവരെ, ചെറിയ ആയുസ്സാണ്, വളരെ ചെറിയ ആയുസ്സാണ് ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. എന്തിന് വിദ്വേഷം വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നു പോകണം? സ്നേഹിച്ചുകൊണ്ട് പോയിക്കൂടെ? സ്നേഹിച്ചുകൊണ്ട്, സ്നേഹത്തിന്റെ തുരുത്ത് നിർമ്മിച്ചുകൊണ്ട്, സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നു പോയിക്കൂടെ? പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നവരൊക്കെ എല്ലാ കാലവും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എല്ലാ കാലവും അവരില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ചിലരൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അയ്യോ കുറച്ചുകൂടെ സ്നേഹിക്കേണ്ടതായിരുന്നു. എന്നാൽ അത് പറയാൻ ഇടവരാതിരിക്കണം. ആയിരിക്കുന്ന സമയത്ത്, ഈ കൊച്ചായുസിൽ സ്നേഹം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. സ്നേഹിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് സാധിക്കണം. എക്സ്പ്രസ് യുവർ ലവ് ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. ഏകാന്തതയുടെ തടവറകളിൽ കഴിയുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവിടെയെല്ലാം സ്നേഹത്തിന്റെ തുരുത്ത് നിർമ്മിച്ച് സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് പലപ്പോഴും നമ്മുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം എവിടെയാണ്? സോഷ്യൽ മീഡിയയിലാണ്, അല്ലേ? സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ ഒരു യാത്രയിൽ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ തന്റെ പിതാവിന്റെയും മാതാവിന്റെയും വിവാഹ വാർഷികമാണ്, അതിനോടനുബന്ധിച്ചൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അദ്ദേഹം ഈ ഫോട്ടോയ്ക്ക് കിട്ടുന്ന ലൈക്കുകളും കമന്റുകളും ഒക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇന്ന് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നു താങ്കളുടെ പിതാവിന്റെയും മാതാവിന്റെയും വിവാഹ വാർഷികമാണ്. അപ്പോൾ താങ്കൾ ഇന്ന് ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു, നല്ല കാര്യം. താങ്കൾ തങ്ങളുടെ പിതാവിനെയും മാതാവിനെയും ഇന്നൊന്ന് വിളിച്ചായിരുന്നോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇല്ല, അത് ഞാൻ വിട്ടു. അപ്പോൾ നമ്മുടെ സ്നേഹമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒതുങ്ങുന്ന ഷെയറുകളായും ലൈക്കുകളായും കമന്റുകളായും പോസ്റ്റുകളായും മാറുന്ന ഒരു കാലത്ത് കർത്താവ് പറയുകയാണ്, അതല്ല സ്നേഹം. സ്നേഹം കൃത്യമായ സമയത്ത്
കൃത്യമായ രീതിയിൽ പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ ഇതാ കർത്താവ് പത്രോസിനോട് പറയുകയാണ്, നീ ആടുകളെ മേയ്ക്കാം. എന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടുന്നത് ഞാൻ നിന്നെ ഏൽപ്പിക്കുവാനായിട്ട് പോകുന്ന ഈ ആടുകളെ മേയ്ക്കുന്നതിലൂടെയാണ്. അത് മനസ്സിലാക്കിയ പത്രോസ് പിന്നെ നിന്നിട്ടില്ല. പത്രോസ് പിന്നെ ആ കരയിൽ നിന്ന് മറ്റു കരകളിലേക്ക് പോവുകയാണ്. പോകുന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തു സ്നേഹത്തിന്റെ തുരുത്തുകൾ പത്രോസ്ലിഹ പണിയുകയാണ്. പത്രോസിന്റെ ജീവിതം നമ്മൾ പിന്നെ പരിശോധിക്കുമ്പോൾ അടങ്ങിയിരിക്കുന്ന പത്രോസിനെ നമ്മൾ കാണുന്നില്ല. വീണ്ടും മീൻ പിടിക്കാൻ പോകുന്ന പത്രോസിനെ നമ്മൾ കാണുന്നില്ല. പിന്നെയോ കർത്താവിന് വേണ്ടി ഓടുകയാണ്. എന്റെ ആടുകളെ മേയ്ക്ക, പാലിക്ക എന്ന് പറയുന്ന ആ സ്നേഹത്തിന്റെ കൽപ്പനയുണ്ടല്ലോ, അത് ശിരസാൽ വഹിച്ചുകൊണ്ട് പത്രോസ് ഇങ്ങനെ ഓടുകയാണ്. ഒടുവിൽ ആ ഓട്ടം ചെന്നെത്തുന്നത്, ആ സ്നേഹത്തിന്റെ തുരുത്ത് ചെന്നെത്തുന്നത് നീറോ ചക്രവർത്തിയുടെ മുമ്പിലാണ്. പ്രിയമുള്ളവരെ, പത്രോസിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നീറോ ചക്രവർത്തിയുടെ മുമ്പിലാണ്. 64 സമയങ്ങളിലാണ് നീറോ ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും കർത്താവിന് വേണ്ടി അവിടെ സ്നേഹത്തിന്റെ തുരുത്ത് പത്രോസ് തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ പണിയുകയാണ്. എന്നിട്ട് നീറോ ചക്രവർത്തി പത്രോസിന് കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത് തലകീഴായി പത്രോസിനെ ക്രൂശിക്കുകയാണ്. തലകീഴായി പത്രോസിനെ ക്രൂശിക്കുകയാണ്. രക്തസാക്ഷിയായി പത്രോസ് മാറുകയാണ്. ഈ കടൽക്കരയിൽ ഇന്ന് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കടൽക്കരയിൽ നിൽക്കുന്ന ഈ പത്രോസ് ഉണ്ടല്ലോ, അങ്ങ് അനേകം കരകളിലേക്ക് സഞ്ചരിച്ച് അനേകം തുരുത്തുകൾ, സ്നേഹത്തിന്റെ തുരുത്തുകൾ നിർമ്മിച്ച് രക്തസാക്ഷിയായി മാറുകയാണ്. മരണം വരെ ഈ സ്നേഹം നെഞ്ചോട് ചേർത്ത മനുഷ്യനായി മാറുകയാണ്. മരണം വരെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി സഞ്ചരിച്ച മനുഷ്യനായി മാറുകയാണ്. പ്രിയമുള്ളവരെ, മരണം വരെയല്ല, മരണത്തിനപ്പുറത്ത് സ്നേഹത്തിന്റെ ചാലുകൾ ഒഴുക്കുന്ന മനുഷ്യനായി പത്രോസ്ലിഹ മാറുകയാണ്. മരണത്തിന് അപ്പുറത്തേക്ക് സ്നേഹത്തിന്റെ ചാലുകൾ ഒഴുക്കുന്ന മനുഷ്യനായി പത്രോസ്ലിഹ മാറുകയാണ്. പ്രിയമുള്ളവരെ, സ്നേഹം മരിക്കുമ്പോൾ നിന്നുപോകുന്നതല്ല. അതുകൊണ്ടാണ് ഈ സ്നേഹത്തിന്റെ ഗാഥ ഇന്നും നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സ്നേഹത്തുരുത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, സഭ എന്ന ഇടവക എന്ന സ്നേഹത്തുരുത്തിൽ നിൽക്കുമ്പോൾ മറന്നുപോകരുത് സ്നേഹം പ്രകടിപ്പിക്കുവാനായി. ആദിമസഭയിലെ പിതാക്കന്മാരിൽ ഒരാളായ സ്മിർണയിലെ പോളികാർപ്പ് തന്നെ ചക്രവർത്തി പിടിച്ചുകൊണ്ട് തന്നോട് പറയുകയാണ്, പോളികാർപ്പിനോട് പറയുകയാണ്, കർത്താവിനെ നീ തള്ളിപ്പറയുന്നുവെങ്കിൽ നിനക്ക് ഈ ജീവൻ ഭിക്ഷയായി ഞാൻ തരാം എന്ന് പറയുമ്പോൾ പോളികാർപ്പ്, സ്മിർണയിലെ പോളികാർപ്പ് പിതാവ് പറയുകയാണ്, ഫോർ ദ ലാസ്റ്റ് 86 years I have served him and he has never done anything wrong to me, so how can I speak against my king who saved me. പ്രിയമുള്ളവരെ, സ്മിർണയിലെ പോളികാർപ്പ് പിതാവ് മരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുകയാണ്, കഴിഞ്ഞ 86 വർഷക്കാലം ഈ തമ്പുരാനെ ഞാൻ സേവിച്ചു, അവൻ യാതൊരു പ്രയാസങ്ങളും എനിക്ക് വരുത്തിയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ ഇവനെ തള്ളിപ്പറയും. ഇത് സ്നേഹമാണ്, ഇത് സ്നേഹമാണ്, സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. മരണത്തിനപ്പുറത്തേക്ക് സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, മരണം വരെയല്ല, മരണത്തിനപ്പുറത്തേക്കും സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ. കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാനായിട്ട് പോലും തയ്യാറാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ പാടും അല്ലേ, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്റെ താതൻ എന്നോ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തിന്റെ തുരുത്തുകളായി തീരുവാനായിട്ടും നിന്റെ സ്നേഹത്തെ പ്രഘോഷിക്കുവാനായിട്ടും കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ ഇടങ്ങളിൽ
നിന്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളോട് ഇടപെട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.